നടൻ കൃഷ്ണകുമാറിനോടാണ്. ഒരു ഓഫർ വെക്കുകയാണ്. എന്നിട്ട് തൊടിയിലെ പണിയൊക്കെ എടുപ്പിക്കും. പണിയെടുത്ത് വേർത്ത് വെയ്യാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും. അവിടെ മുറിയെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ വേർത്തൊലിച്ച് അതിങ്ങനെ കഴിക്കുന്നത് നോക്കി ഞങ്ങൾ നിർവൃതി പൂണ്ട് പാടത്തിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കും. നടൻ കൃഷ്ണകുമാർ തന്റെ ഭാര്യയുടെ യൂട്യൂബ് വ്ലോഗിലൂടെ പണ്ടുകാലത്ത് വീട്ടിലെ പറമ്പിൽ പണിയെടുക്കാൻ വന്നവർക്ക് പറമ്പിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ ഭക്ഷണം കൊടുത്ത കഥ ആത്മനിർവൃതിയോടെ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ആകപ്പാടെ ചർച്ചാ വിഷയം. ഇപ്പോഴിതാ കൃഷ്ണകുമാറിന്റെ പരാമർശത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ. ദിനുവേൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: നടൻ കൃഷ്ണകുമാർ ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് വരണം. തൊടി മുഴുവൻ വൃത്തിയാക്കിപ്പിച്ച് നാട്ടിലെ പാടവും കിളപ്പിച്ച് തളർന്നു വരുമ്പോൾ താങ്കളെ ഞാൻ മുറ്റത്തിരുത്തി കുഴികുത്തി കഞ്ഞിയും പയറും വിളമ്പിത്തരാം. താങ്കൾ ആർത്തിയോടെ തിന്നുന്നത് നോക്കി ഞാൻ മനസ്സുഖം നേടാം. ഇതാണ് ദിനുവേൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ. ഈ പോസ്റ്റിനു താഴെ പലരും കമൻറ്റുമായി എത്തുന്നുണ്ട്. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ? അതൊക്കെ ഒരു കാലം. ഇപ്പോൾ എന്തായി? പറമ്പത്ത് പണിയെടുക്കാൻ ആളില്ലാതെയായി. അരി ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വരണം. പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം. എന്തിന്? കടലിൽ പോകാൻ വരെ ബംഗാളികൾ വരണം. എല്ലാവർക്കും വിദ്യാഭ്യാസം, സമത്വം, സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത സോഷ്യലിസം കൊണ്ടുവന്ന വിന. ഇനി എന്നാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായ തീണ്ടലും കുഴിക്കഞ്ഞിയും തിരികെ വരിക ശിവനെ? കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്ത എഴുത്തുകാരന്റെ ഓർമ്മകൾ വായിച്ചു. അതിൽ അദ്ദേഹം തിരുവാതിരയ്ക്ക് പണിക്കാർക്ക് മുറ്റത്ത് കുഴികുത്തി മുകളിൽ വെള്ളമുണ്ട് വിരിച്ച് ഇലയിട്ട് ഏറെ ചോറ് വിളമ്പിക്കൊടുക്കുന്ന കാര്യം വിസ്തരിച്ചിട്ടുണ്ട്. മിച്ചം വരുന്ന ചോറ് അവർ പൊതിഞ്ഞു കൊണ്ടുപോകുമത്രേ. ഇപ്പോൾ പറമ്പിൽ പണിക്ക് വരുന്നവർക്ക് ചോറ് വേണ്ടെന്ന് അദ്ദേഹം കുണ്ഠിതപ്പെടുന്നിടത്ത് വെച്ച് വായന നിർത്തി. തങ്ങളുടെ മുൻ തലമുറ പൂണൂലിട്ടവന് പായ വിരിച്ച് കിടന്നുകൊടുത്ത ചരിത്രങ്ങൾ കൊതിയോടെ അയവിറക്കുന്നവരും ആ സുവർണകാലമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കുണ്ഠിതപ്പെടുകയും ചെയ്യുന്നതുമായ ഒരു വിഭാഗം ഇന്നും നമുക്കിടയിലുണ്ട്. ആ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് കൃഷ്ണകുമാർ. ഇങ്ങനെയുള്ള കൃഷ്ണകുമാരന്മാർക്ക് പണിയെടുക്കുന്ന മനുഷ്യർക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്ത കഥകൾ കൊതിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ കുഴി കുത്തി കഞ്ഞി തരാം എന്ന് പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് സവർണനോസ് ടു തിങ്സ്. കൃഷ്ണകുമാറിനെ പിന്തുണച്ചും ചിലർ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പിന്നോക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെയാണ് വളരെ സ്വാഭാവിക സംഭവം എന്ന മട്ടിൽ കൃഷ്ണകുമാർ അവതരിപ്പിച്ചത്. കൃഷ്ണകുമാറിന്റെ ജീവിത പങ്കാളി സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് തൊട്ടുകൂടായ്മയെ ന്യായീകരിക്കുന്ന പരാമർശം നടത്തിയത്. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനിടെയാണ് തൻ്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന കാര്യം അയാൾ ഓർത്തെടുക്കുന്നത്. പണിയെടുത്തു കഴിഞ്ഞ് വീട്ടിൽ വരുന്ന പണിക്കാർ ചേമ്പില വിരിച്ച് മണ്ണിലെ കുഴിയിൽ നിന്ന് പ്ലാവില ഉപയോഗിച്ച് പഴങ്കഞ്ഞി കുടിക്കുന്ന കാഴ്ച ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരുമെന്നാണ് BJP നേതാവിൻ്റെ വാക്കുകൾ. പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു അര അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. 5 മാസം മുൻപുള്ള ദൃശ്യങ്ങളായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴാണ് ഇത് ചർച്ചയാവുന്നത്. കൃഷ്ണകുമാറിന്റെ ഈ വിവാദ പ്രസ്താവനയിൽ 80കളിൽ അയിത്തം ആചരിച്ചിരുന്നതിന് കേസെടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതൊക്കെ കണ്ടാണ് ആ മഹാൻ വിപ്ലവകാരിയായത്. നല്ല വേട്ടാവളിയൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം. മനുഷ്യാന്തസ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ നീചന്റെ മനസ്സിലെ അഴുക്കല്ലേ ഈ പൊട്ടിയൊലിക്കുന്നത് എന്നു തുടങ്ങി കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്.